നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. എന്താണ് സെൻസേഷൻ? അതായത് നമ്മൾ ഒന്നിനെ സെൻസ് ചെയ്യുക, അറിയുക, അതാണ് നമ്മുടെ സെൻസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റെസ്പോൺസസ്? റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരിക്കുക, പ്രതികരിക്കുക എന്നാണ് റെസ്പോൺസസ്. അതായത് ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? അതിന് റെസ്പോണ്ട് ചെയ്യും, അതിനെ നമ്മൾ പ്രതികരിക്കും. അതാണ് റെസ്പോൺസസ്. സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. ഇതാണ് നമ്മുടെ ചാപ്റ്റർ നെയിം. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടന്നാലോ? നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്റ്റിമുലൈ? എന്താണ് സ്റ്റിമുലൈ? ദ സെൻസ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. അതായത് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഫസ്റ്റ് ഒരു സെൻസ് ഉണ്ടാവുന്നു. എന്തിനാണ് നമുക്ക് സെൻസ് ഉണ്ടാവുന്നത്? ഒരു റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സെൻസ് ഉണ്ടാവുന്നുണ്ട്. ആർക്കാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഓർഗാനിസത്തിന് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റിമുലൈ എന്ന് പറയാ. നമ്മളൊരു കൊതുക് കടിക്കുകയാണ്, നമ്മൾ എന്താ വെറുതെ നോക്കി നിൽക്കോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? അതിനെ പെട്ടെന്ന് അടിച്ചു കൊല്ലും. നമ്മൾ എന്താ സംഭവിക്കുന്നുണ്ട്? നമുക്കൊരു വേദന അനുഭവപ്പെടുന്നുണ്ട്, അതായത് നമുക്കൊരു വേദന അറിയാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേദന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അടിക്കും. നമ്മൾ എന്താണ് ശരിക്കും അവിടെ ചെയ്യുന്നത്? റെസ്പോൺസ് ചെയ്യുകയാണ്. അതാണ് the sense that evoke responses in organisms are called stimuli. ഇത് ഈ ചാപ്റ്ററിൽ ഉടനീളം ആവശ്യമുള്ള ഒരു വാക്കാണ് ഈ സ്റ്റിമുലൈ. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്റേണൽ സ്റ്റിമുലൈ, അതുപോലെ എന്താണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ നോക്കിയാലോ? First one, internal stimuli. Stimuli formed inside our body is called internal stimuli. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷണൽ ഫീലിംഗ്. നമ്മൾക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ദാഹിക്കുന്നു, അതും അല്ലെങ്കിൽ നമുക്ക് സങ്കടവും സന്തോഷവും വരുന്നു. ഇതൊക്കെ എവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ അകത്താണ്. ദാറ്റ് ഈസ് ഇന്റേണൽ സ്റ്റിമുലൈ. അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ക്രഷ് അടിക്കുന്നു. എവിടെയാണ് നമുക്ക് ക്രഷ് അടിക്കുന്നത്? മനസ്സിൽ. ദാറ്റ് ഈസ് ഇന്റേണൽ സ്റ്റിമുലൈ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദെൻ external stimuli? അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കിക്കോളൂ. ടച്ച്, ഹിയർ, സ്മെൽ. The stimuli formed outside our body is called external stimuli. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്താണ്? ടച്ച്. നമ്മൾ ഒരാളെ തൊടുന്നു, നമ്മളെ ഒരാളെ തൊടുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ടോ? ടച്ച്. അതായത് നമ്മൾ പുറത്താണ് ആ ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ടേസ്റ്റ്, അതും അല്ലെങ്കിൽ സ്മെൽ. നമുക്കൊരു ബിരിയാണി മുമ്പിൽ കൊണ്ടുവെക്കുന്നു, നമ്മൾ സ്മെല്ല് ചെയ്യുന്നു, അല്ലേ? എവിടെയാണ് ആ ഫീലിംഗ്? പുറത്താണ്. അതോടാണ് ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ചില സമയത്ത് 2 മാർക്കിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു എക്സാമ്പിൾസ് തന്നിട്ട് എന്ത് ചോദിക്കും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അതായത് അതിനെ 2 ബോക്സ് ആക്കി എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പാട്ട് നോക്കിയാലോ? What is receptors? എന്താണ് receptors? They are the specialized cells in the sense organs and other parts of the body to receive stimuli. These cells are known as receptors. ഇവർ എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. എന്തിനാണ്? നമ്മുടെ സെൻസ് ഓർഗൻസിനും അതർ പാർട്സ് ഓഫ് ദി ബോഡിയിലും കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. എന്തിനാണ് ഇവരുള്ളത്? ടു റിസീവ് സ്റ്റിമുലൈ. നമ്മള് സ്റ്റിമുലൈയെ റിസീവ് ചെയ്യുന്നത് ആരാണ്? കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. അവരാണ് ഈ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിലും ബാക്കിയുള്ള പാർട്സിലും എന്തുണ്ട്? സ്റ്റിമുലൈ റിസീവ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അവരാണ് ആര്? നമ്മുടെ റിസെപ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ന്യൂറോൺ. നോക്കാലോ, എന്താണ് ന്യൂറോൺ? ന്യൂറോൺ ഓർ നെർവ് സെൽസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ആര്? നമ്മുടെ ന്യൂറോൺ. അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നമ്മുടെ നെർവ് സിസ്റ്റം ആണ് നമ്മുടെ ന്യൂറോൺ, അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത്. അതിന് കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. പാർട്സ് ഓഫ് ന്യൂറോൺ എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതൊക്കെയാണ് പാർട്സ് ഓഫ് ന്യൂറോൺ. ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിന്റെ ഒരു ഫിഗർ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പേര്
പേരൊന്നും നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് എടുക്കുക, 2 തവണ ഒന്ന് ആ പേരൊക്കെ എഴുതുക, ഇതൊന്ന് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസും കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇതിന്റെ പാർട്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. എന്താണ്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാർട്സ് ഓഫ് ന്യൂറോണിന്റെ എന്താണ്, ഡീറ്റെയിൽസ് ആണ്. 2 പോയിന്റ് വെച്ച് എല്ലാത്തിലും പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഡെൻഡ്രൈറ്റ് ആണ്. നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്താണ്, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഡെൻഡ്രോൺ. നമ്മുടെ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ആര്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസെന്റ് ന്യൂറോൺ. അതായത് അഡ്ജസെന്റ് ന്യൂറോണിന് ആര് ക്യാരി ചെയ്യുന്നുണ്ട് ഇമ്പൾസസ്, നമ്മുടെ ഈ ഒരു പാർട്ട്, അതായത് ഡെൻഡ്രൈറ്റ് എന്ന പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ട് നോക്കിയാലോ, ഇതാണ് നമ്മുടെ ഡെൻഡ്രോൺ. ഇതിന്റെ ബ്രാഞ്ച് ആണ് ആര്, നമ്മുടെ ഡെൻഡ്രൈറ്റ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അഡ്ജസെന്റ് ന്യൂറോണിലുള്ള ഇമ്പൾസസ് ആര് ക്യാരി ചെയ്ത്, നമ്മുടെ ഡെൻഡ്രൈറ്റ് ക്യാരി ചെയ്യും. അതാണ് നമ്മൾ ഡെൻഡ്രൈറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് അവർ ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഒരു ഷോർട്ട് ഫിലമെന്റ്, നമ്മുടെ സെൽ ബോഡി എന്നുള്ള ഷോർട്ട് ഫിലമെന്റ് ആണ് ആര്, നമ്മുടെ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. അതായത് നമ്മൾ ഓൾറെഡി ഡെൻഡ്രൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഡെൻഡ്രൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പൾസസ് എവിടത്തേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്, സെൽ ബോഡിയിലകത്തേക്ക് ക്യാരി ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഡെൻഡ്രോൺ ആണ്. ഒന്ന് നോക്കിയാലോ, ഇതാണ് നമ്മുടെ ഡെൻഡ്രോൺ. ഓൾറെഡി പറഞ്ഞതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് ആര് ക്യാരി ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെൻഡ്രോൺ എങ്ങോട്ടേക്കാണ്, സെൽ ബോഡിയിലേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആക്സോൺ ആണ് കേട്ടോ. ആക്സോൺ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അതായത് നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് ലോങ്സ്റ്റ് ഫിലമെന്റ് ആണ് ആര്, നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് നമ്മുടെ ആക്സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോങ് ഫിലമെന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, സെൽ ബോഡിയിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് ഇമ്പൾസസ് ക്യാരി ചെയ്യും. ഇത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില സമയത്ത് എന്ത് ചെയ്തു വെക്കും, ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ലോങ് ഫിലമെന്റ് എഴുതി വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ആക്സോൺ നമ്മൾ എന്ത് എഴുതി വെക്കും, ഷോർട്ട് ഫിലമെന്റ് എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. മിസ് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അതായത് എവിടെ പോയാലും അൽഫാം കഴിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഇല്ലേ, അത് ALF, അൽഫാമിന്റെ ALF മാത്രം മിസ് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ALF. ഇതിൽ A എന്താണ്, നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത്. L എന്താണ്, ലോങ്. F എന്താണ്, ഫിലമെന്റ്. ഇനി മറക്കരുത്, ഇറ്റ് ഈസ് എ ലോങ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. നമ്മുടെ സെൽ ബോഡി എന്നുള്ള ലോങ് ഫിലമെന്റ് ആണ് ആര്, നമ്മുടെ ആക്സോൺ. ഇനി എന്തായാലും മറക്കരുത്, മാറിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് മിസ് ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സോണേറ്റ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഡെൻഡ്രൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആക്സോണേറ്റ് എന്താണ്, നമ്മുടെ ആക്സോണിന്റെ ബ്രാഞ്ച് ആണ്. അതാണ് നമ്മുടെ ആക്സോണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ആക്സോണേറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. അതായത് സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസ് ആര് ക്യാരി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്സോണേറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അതായത് സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇമ്പൾസസ് ആര് ക്യാരി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്സോൺ ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഇമ്പൾസസ് സിനാപ്റ്റിക് നോബിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, നമ്മുടെ ആക്സോണേറ്റ് വഴിയാണ്. പിന്നെ ആക്സോണും ആക്സോണേറ്റും നോക്കിയാലോ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ഫിലമെന്റ് ലോങ് ഫിലമെന്റാണ് നമ്മൾ എന്ത് പറയാ, ആക്സോൺ എന്ന് പറയാ. അപ്പൊ ഇതിന്റെ ബ്രാഞ്ച് ആണ് ആക്സോണേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്സോണേറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ബ്രാഞ്ച് ഉണ്ട്. ഇതിന്റെ ടിപ്പിൽ എന്തുണ്ട്, ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബ്. ഇവിടേക്കാണ് ആര് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നത്, നമ്മുടെ ആക്സോണേറ്റ് ക്യാരി ചെയ്യുന്നത്. എന്താണ് സിനാപ്റ്റിക് നോബ് അപ്പോൾ, ഇറ്റ് ഈസ് എ ടിപ്പ് ഓഫ് ആക്സോണേറ്റ് ആൻഡ് ഇറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എന്താണ്, ടിപ്പ് ഓഫ് ആക്സോണേറ്റ് ആണ്, അതെന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബ് ഇതാണ്, ഒരു കൊല പോലെയുള്ള കാണുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇറ്റ് സെക്രേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒരു പോയിന്റ് നമ്മൾ പറയാനുണ്ട്, എന്താണത്, അത് നമ്മുടെ ഷ്വാൻ സെൽ ആണ്.
ഷ്വാൻ സെല്ലാണ്. ഇറ്റ് എൻസർക്കിൾസ് ദ ആക്സോൺ. നമ്മുടെ ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഷ്വാൻ സെല്ലാണ്. ഇതാണ് നമ്മുടെ ഷ്വാൻ സെൽ. ഈ ഒരു സാധനമാണ് നമ്മുടെ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആക്സോൺ, ആക്സോണേറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ഷ്വാൻ സെൽസ്, പിന്നെ എന്താ ഉള്ളത്? സിനാപ്റ്റിക് ന്യൂറോൺ. ഇതൊക്കെയാണ് നമ്മുടെ ന്യൂറോണിന്റെ പാർട്സ്. ഇത് എക്സാമിന് എന്ത് ചെയ്യാൻ ചോദിക്കാറ്? ലാബിൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിച്ചു വെക്കണം. ഈ ഒരു ലാബിലിംഗ് തെറ്റിക്കാൻ പാടില്ല. മിസ് ഓൾറെഡി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മൈലിൻ ഷീത്ത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Axon of the most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. എന്താണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ബാൻഡേജ് ഇട്ടൂലടാ, അതുപോലെ നമ്മുടെ ന്യൂറോണിന്റെ മോസ്റ്റ് ആക്സോണിൽ എന്തുണ്ട്? ഒരു ആവരണം ഇങ്ങനെ ചുറ്റുന്നുണ്ട്. മൈലിൻ എന്ന് പറയുന്ന ഒരു ആവരണം എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈലിൻ ഷീറ്റ് എന്ന് പറയുക. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കുക. ആക്സോൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മീലിയൻ, എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. അതായത് ആവരണം പോലെ ചുറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മുടെ മൈലിൻ ഷീറ്റ് എന്ന് പറയുക. Next point, myelin sheath in the brain and spinal cord is formed of specialized cell called oligodendrocyte. Repeat ചെയ്തോ, oligodendrocyte. Important ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ മൈലിൻ ഷീത്ത് എവിടെയുണ്ടോ? ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉണ്ട്. അവിടെ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? സ്പെഷ്യലൈസ്ഡ് സെൽ വഴിയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിന് എന്താണ് നമ്മൾ പറയാ? ഒലിഗോഡെൻഡ്രോസൈറ്റ്. 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്? ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, എന്താണ് നമ്മുടെ മൈലിൻ ഷീറ്റിന്റെ കളർ? ഷൈനി വൈറ്റ് കളർ. നമ്മുടെ മൈലിൻ ഷീറ്റിന്റെ കളർ എന്താണ്? ഷൈനി വൈറ്റ് കളർ ആണ്. ദ മൈലിൻ ഷീറ്റ് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. നെക്സ്റ്റ്, ദ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസന്റ് ഇൻ അബോണ്ടൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. എന്താണ് വൈറ്റ് മാറ്റർ? എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. വൈറ്റ് മാറ്റർ എന്താണെന്നും ഗ്രേ മാറ്റർ എന്താണെന്നും. അതായത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ എന്തുണ്ട്? മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണുന്നുണ്ട്. ആ ഒരു റീജിയൻ, അതായത് നമ്മളെ മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണുന്ന ആ ഒരു പ്ലേസിനാണ് നമ്മൾ എന്ത് പറയല്? വൈറ്റ് മാറ്റർ എന്ന് പറയാറ്. അങ്ങനെയാണെങ്കിൽ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണുന്ന ആ ഒരു പ്ലേസ്, അതായത് മൈലിനേറ്റഡ് നെർവ് സെൽസ് ഇല്ലാത്ത പ്ലേസിന് നമ്മൾ എന്ത് പറയും? ഗ്രേ മാറ്റർ എന്ന് പറയും. മാറിപ്പോകരുത്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ്? മൈലിൻ ഷീറ്റിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ്? നമ്മളെ മൈലിനേറ്റഡ് നെർവ്സ് കാണുന്ന ആ ഒരു പ്ലേസ് ആണ് നമ്മുടെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. നോൺ മൈലിനേറ്റഡ് നെർവ്സ് കാണുന്ന, അതായത് മൈലിനേറ്റഡ് നെർവ്സ് കാണാത്ത ആ പ്ലേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മൈലിൻ ഷീറ്റിന്റെ മേജർ ഫംഗ്ഷൻ ആണ്. എന്താണ് മേജർ ഫംഗ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ്? പെട്ടെന്ന് നോക്കോ. ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് ദ മൈലിനേറ്റഡ് ഷീറ്റ് ആർ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. നമ്മുടെ ആക്സോണിന് ന്യൂട്രിയൻസും നമ്മുടെ ഓക്സിജനും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൈലിൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ആക്സിലറേറ്റ് ഇമ്പൾസസ്. അതായത് ഇമ്പൾസസിന്റെ വേഗത കൂട്ടുക. അത് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ ആക്സോൺ ആണ്. ഒരു കൊതുക് വന്നു, നമ്മൾ അതിനെ അടിച്ചു. നമ്മൾ ആ ഒരു കൊതുകിനെ കുറെ സമയം കഴിഞ്ഞിട്ടല്ല അടിക്കുന്ന, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഇമ്പൾസസ് എത്ര വേഗം ആക്സിലറേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈലിൻ ഷീറ്റ് ആണ്. ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. നമ്മുടെ മൈലിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. നമ്മുടെ ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്ക്, അതായത് എക്സ്റ്റേണൽ വരുന്ന ഷോക്സ് എല്ലാം നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈലിൻ ഷീറ്റ് ആണ്. മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേ, എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്
വാട്ട് ഈസ് മൈലിയൻ ഷീറ്റ്? എന്താണ് മൈലിയൻ ഷീറ്റ് എന്ന് പറഞ്ഞത്? അതായത് നമ്മുടെ മോസ്റ്റ് ആക്സോൺ, അതായത് നമ്മുടെ ന്യൂറോൺസിന്റെ മോസ്റ്റ് ആക്സോൺ എന്ത് ചെയ്തിട്ടുണ്ട്? എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണ് പറഞ്ഞത്? മീലിയൻ ആയിട്ട് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ മെംബ്രെയിൻ കണ്ടെയ്ൻ ലിപ്പിഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈലിയൻ ഷീറ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിഫൈൻ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണുന്ന ബ്രെയിൻ ആൻഡ് സ്പൈനിൽ കാണുന്നെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ? വൈറ്റ് മാറ്റർ എന്ന് പറയാ. നോൺ മൈലിനേറ്റഡ് നെർവ്സ് കാണുന്ന ആ ഒരു റീജിയനാണ് നമ്മുടെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ എന്തുണ്ട്? നമ്മുടെ മൈലിനേറ്റഡ് നെർവ് സെൽസ് എന്തായിട്ടുണ്ട്? പ്രസന്റ് ആയിട്ടുണ്ട്, അബോണ്ടൻസ് ആയിട്ട് പ്രസന്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർട്ട് വെയർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസന്റ് ആർ കോൾഡ് ഗ്രേ മാറ്റർ. മാറിപ്പോകരുത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മൈലിയൻ ഷീറ്റ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ആക്സിലറേറ്റ് ഇമ്പൾസസ്. പിന്നെ എന്ത് പറഞ്ഞു? അത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് നമ്മുടെ ആക്സോൺ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൈലിയൻ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ ആണ്? മൈലിയൻ ഷീറ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ. എന്താണ് ആ സ്പെഷ്യലൈസ്ഡ് സെൽ? ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്. തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഒന്ന് എഴുതി വെച്ചോളൂ. ഒലിഗോഡെൻഡ്രോസൈറ്റ്, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.